ഇറാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചെങ്കിലും ചർച്ച തുടരാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ പ്രതിനിധികൾ തിങ്കളാഴ്ച ചർച്ചയ്ക്കെത്തും. US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും സ്റ്റീവ് വിറ്റ്കോഫും ജഡ്സും അടക്കമുള്ള പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകും. തൊട്ടടുത്ത ദിവസം ഇറാൻ പ്രതിനിധികളും ചർച്ചയ്ക്ക് എത്തുമെന്നാണ് സൂചന. പാകിസ്ഥാനിലാണ് ചർച്ചകൾ നടക്കുക. ഇവരുമായി ഇന്റർനാഷണൽ ഡെസ്ക് ദിനം ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇറാൻ ഈ ഒരു വെടിനിർത്തൽ ധാരണ ലംഘിച്ചെങ്കിലും ചർച്ചകൾ തുടരാം എന്ന നിലപാടിൽ തന്നെയാണോ അമേരിക്ക എത്തി നിൽക്കുന്നത്? തീർച്ചയായും സുരേഷ്, ചർച്ചകൾ തുടരാമെന്ന നിലപാടാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം എന്ന് പറയുന്നത് ഹോർമൂസ് വീണ്ടും അടയ്ക്കുന്നൊരു നീക്കമായിരുന്നു. വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി തന്നെയായിരുന്നു ഈ ഹോർമൂസ് തുറന്നു കൊടുക്കണമെന്നൊരാവശ്യവും. ഒരു ദിവസം മാത്രം ഹോർമൂസ് തുറന്നു കൊടുത്തതിന് ശേഷം വീണ്ടും ഹോർമൂസ് അടയ്ക്കുന്ന ഒരു നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ചർച്ചകൾ തുടരാമെന്നൊരു നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ജെഡി വാൻസും ജേഡ് കഷ്ണറും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫും ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് എത്തും, അല്ലെങ്കിൽ ഈ ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്ന നിലപാട് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ചയോടെ ഇറാൻ്റെ പ്രതിനിധികളും എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 22-നാണ് രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കുക. അതിനു മുമ്പ് തന്നെ തുടർ ചർച്ചകളിലേക്ക് നീങ്ങുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ കൃത്യമായും അനുവർത്തിക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഈ യുദ്ധം ഒരു സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ലെബനനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വീണ്ടും, അതായത് ഹിസ്ബുള്ളയെ ആക്രമിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചതിന് ശേഷം ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇല്ലാതാക്കുക എന്നൊരു കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ആ നിലപാടെല്ലാം നടപ്പായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ചർച്ചകൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് ചർച്ചകളെ നോക്കിക്കാണുന്നത്. തീർച്ചയായും ജെഡി വാൻസ് ഉൾപ്പെടെയുള്ള സംഘം ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.